ഹായ്, കല്യാണത്തലേന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മൈലാഞ്ചി ഇടുവാണ്. മൈലാഞ്ചി ഇടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റിക്കർ വാങ്ങിക്കുവാണ് ചെയ്തത്. ഓൺലൈനിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് മീഷോന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ഏതാണ്ട് 84 അങ്ങനെ എന്തോ റേറ്റാണ് വരുന്നത്. അപ്പോൾ മോളും അത് ഓരോന്നായിട്ട് പറിച്ച് എൻ്റെ കയ്യിൽ ഒട്ടിച്ച് തരികയാണ്. സംഭവം കൊള്ളാൻ നൈസാണ്, പക്ഷേ എൻ്റെ കൈ ഒരുമാതിരി കുഴിഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇത് അവിടെ ഇവിടെ ആയിട്ട് പൊങ്ങിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മോളുമാണ് ഇതെല്ലാം ഒട്ടിച്ച് തന്നത്. ഇത് ഒട്ടിച്ചതിന് ശേഷം ആ മൈലാഞ്ചി ഈ സ്റ്റിക്കറിന് പുറത്ത് പോകാത്ത രീതിയിൽ മൊത്തത്തിൽ നമ്മളിതുപോലെ ഇട്ട് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇവിടെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ ഡിസൈൻ കറക്റ്റ് ആ രീതിയിൽ വരുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളത് ഫുള്ള് കൈ കൊണ്ട് പരത്തി നല്ല രീതിയിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് ആക്കുന്നുണ്ട്. മോളും എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട്. അവളാണ് എൻ്റെ കൂടെ നടന്ന് എല്ലാം ചെയ്തു തരുന്നത്. കല്യാണത്തിന് ഞാൻ ഡ്രസ്സ് എടുക്കുന്നതിന് മുന്നേ അവൾ ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്ത് തയ്ക്കാനായിട്ട് കൊടുത്തു. ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട് അവളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം എടുത്തൊന്നും പുറത്തൊന്നും ആകാതെ ഒരു വിധത്തിൽ അത് ചെയ്തു തന്നു. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം കുട്ടുവാണ് ഇതെല്ലാം പറിക്കുക. അവനത് ഇട്ടപ്പോൾ തൊട്ട് ഞാൻ പറിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ ഓരോന്നായിട്ട് പറിച്ച് കളഞ്ഞു. പക്ഷെ അതിങ്ങനെ പറിക്കുന്നത് കാണാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. മൊത്തത്തിൽ എടുത്ത് കളഞ്ഞപ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ്. അങ്ങനെ ഞാൻ കൈ പോയി കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ് കളറ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കളറാകുമായിരിക്കും. മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പതുക്കെ ഓരോരുത്തരായിട്ട് വരാനായിട്ട് തുടങ്ങി. ഞങ്ങളെല്ലാവരും അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിന് മൊത്തത്തിലൊരു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കസിൻസൊക്കെ വന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അസുക്കൂട്ടനെ പിന്നെ ഞങ്ങൾക്കറിയില്ല, അവൻ ക്യാമറ കാണുമ്പോൾ അവൻ ഓടിപ്പോവുകയാണ്. അവൻ്റെ മാമച്ചൻ്റെ അടുത്താണ് അവൻ പോയിരിക്കുന്നത്. ഭയങ്കര നാണക്കാരനാണ് ചെറുക്കൻ. ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ വീട്ടിലെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. കല്യാണം ചെറിയ രീതിയിലൊരു രജിസ്റ്റർ മാരേജോട് കൂടി നടത്തുന്നത് കൊണ്ട് ഒരുപാട് പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.